നമ്മൾ സ്വർഗത്തിൽ ചെല്ലണം. നമ്മുടെ അൽഫോൻസാമയും യൗപ്രാസ്യമ്മയും മറിയന്ത്രോസിയായും ഫാത്തിമയിലെ കുട്ടികളും ബെർണിദിത്തായും ബെർണാഡും പാതിരപ്പിയോയും ജോൺ മരിയ വിയാനിയും നമ്മുടെ കാർലോസും അഞ്ജനയൊക്കെ ഉള്ള സ്വർഗത്തിൽ ചെല്ലണം. വേണ്ടേ? അതുകൊണ്ടാ ദൈവമക്കളെ, വേറൊന്നിനും അല്ല. നമ്മളെല്ലാം ഇട്ടിട്ട് പോകണം. ഇതെല്ലാം ഇട്ടിട്ട് പോകണം. ഇതൊക്കെ ശാശ്വതമല്ല കേട്ടോ. ഇതൊന്നും ശാശ്വതമല്ല. ഇതെല്ലാം ഇട്ടിട്ട് പോകണം. ഈ സമ്പത്ത്, പണം, പേര്, പ്രശസ്തി എല്ലാം ഇട്ടിട്ട് നമ്മൾ പോകുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, സാത്താൻ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുക. നമ്മളെ ഈ ലോകം കാണിച്ചിട്ട് ഇതാ മക്കളെ സ്വർഗം, ഇതാണ് സുഖം, ഇവിടെ നമുക്ക് സുഖം തരും, ഇവിടെ നമുക്ക് സെക്സ് തരും, ഇവിടെ നമുക്ക് വലിയ മദ്യപ്പഴകൾ തരും, ഒക്കെ തരും. പക്ഷെ എന്തിനാണെന്നറിയാമോ? ആത്മാവിനെ കൊണ്ടുപോകും. യൂദാസിന്റെ ലേഖനം 1:23 അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റണം. ആമേൻ. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റണം മക്കളെ. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്, ഞാൻ പറയണത്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം 1 കൊരിന്ത്യർ 1:18 കുരിശിന്റെ വചനം പോഷത്വം എന്ന രക്ഷയിലൂടെ ചരിക്കുന്ന, ഞാൻ ഉറപ്പിച്ചു പറയാ, ഈ ശുശ്രൂഷ ഇപ്പോൾ കാണുന്ന മക്കള് രക്ഷയിലൂടെ ചരിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാ. അവർക്ക് വേണ്ടിയുള്ള വചനമായത്. സുവിശേഷത്തിലില്ലേ? നമുക്കറിയാം, നോഹയുടെ കാലഘട്ടത്തിൽ 37 മുതൽ വാക്യങ്ങൾ. നോഹയുടെ കാലഘട്ടത്തിൽ നോഹ എന്ന മനുഷ്യൻ ഒരു പെട്ടകം പണിയുക. പെട്ടകം എവിടെ പണിയണത്? മലയുടെ മുകളില്, കടലിന്റെ തീരത്തുള്ള മലയുടെ മുകളിൽ, കുന്നിന്റെ മുകളിൽ പെട്ടകം പണിയുമ്പോൾ നാട്ടുകാർ പറഞ്ഞത്, നോഹയ്ക്കും മക്കൾക്കും വട്ടുപിടിച്ചു, ഭ്രാന്ത് പിടിച്ചു. ഈ കാലഘട്ടത്തിൽ നിത്യജീവനെ കുറിച്ചും രണ്ടാം വരവിനെ കുറിച്ചും അമ്മ മാതാവിന്റെ സൈന്യത്തെ കുറിച്ചും വിശുദ്ധിയെ കുറിച്ചും പോരാട്ടത്തെ കുറിച്ചും ഈ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും പ്രഘോഷിക്കുന്നവനെ നോക്കിയിട്ട് ജനം പറയും, അവന് വട്ട, ഭ്രാന്ത. ദൈവമക്കളെ, ആ ഭ്രാന്ത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ആമേൻ. നോഹയുടെ കാലഘട്ടത്തിൽ നോഹ പറഞ്ഞപ്പോ ഒരു ഭ്രാന്താന്നാ പറയണത്. വചനം പഠിപ്പിച്ചവര് തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും കഴിപ്പിച്ചും വീട് പണിതും പൊളിച്ചു പണിതും പുതിയ മാർബിലിട്ടും പുതിയ വീടും പണിത് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ജലപ്രളയം വന്നത് അവരറിഞ്ഞില്ല. പെട്ടകത്തിനകത്ത് കയറിയവർ രക്ഷപ്പെട്ടു. ഈ അന്ധകാലഘട്ടത്തിലെ നോഹയുടെ പെട്ടകമാണ് പരിശുദ്ധി അമ്മ മാതാവിന്റെ വിമല ഹൃദയവും ഈശോയുടെ തിരുഹൃദയവും. ആമേൻ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹോർക പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ലോകത്തിന്റെ 12-ാമത്തെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അവിടെ രോഗം മാറും, ഇവിടെ വരും, ഇവിടെ ദുരന്തം വരും, അവിടെ വരും, ഇവിടെ നടക്കുമ്പോ മാറും. ഒരു വർഷം ദൈവമക്കൾ അങ്ങനെ കാണരുത്. ഇതൊന്നും കാണരുത് കേട്ടോ. ഈ വചനം സത്യത്തിന്റെ വചനം, നെഞ്ചോട് ചേർക്കാവുന്ന വചനം, ആത്മാവ് ജീവനമായ വചനം ഇതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. സത്യത്തിന്റെ വചനം എഴുതി വച്ചിട്ടുണ്ട്. ഈ വചനത്തെ വിശ്വസിക്കണം. ആമേൻ. പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചുമ്മാ പറയണതല്ല. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സർ ഐസക് ന്യൂട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യൻ 17-ാം നൂറ്റാണ്ടിൽ 300 വർഷം മുമ്പ് ബൈബിൾ വായിക്കുമ്പോൾ, ഡെയിലി വായിക്കും, അദ്ദേഹം ഒരു സത്യം കണ്ടെത്തി. അതായത് ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ, യഹൂദന്മാരെ ലോകത്ത് തിരിച്ചു കൊണ്ടുവരുമെന്നും പുതിയൊരു രാജ്യമുണ്ടാകുമെന്നും 1948 അത് സംഭവിച്ചപ്പോൾ അന്ന് ഐസക് ന്യൂട്ടൻ ഇത് പറഞ്ഞില്ല. പറഞ്ഞ ജനം കൊല്ലും. ഐസക് ന്യൂട്ടൻ മനസ്സിലാക്കി, ബൈബിൾ വചനം ഇത് നാളെ നടക്കുന്ന കാര്യങ്ങളാണ് എങ്കിൽ, യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോൾ നടക്കുന്ന യുദ്ധം, ഇപ്പോൾ നടക്കുന്ന പകർച്ചവ്യാധി, ഇത് കണ്ട് വിശ്വാസ വീരന്മാർ ഭയപ്പെടണ്ട. എൻ്റെ കർത്താവ് ദൈവമക്കളെ ചേർക്കാനുള്ള സമയം അടുത്തു വരുന്നു. ആമേൻ. ആമേൻ. പറഞ്ഞേ അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിലെ നമ്മൾ ആരാധനയിലേക്ക് പോകുന്ന രണ്ട് കാര്യം പറയുക. നമ്മൾ ഇനി ഒരുക്കുന്നത്, ഞാൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത്, അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സംഭവിക്കട്ടെ, അത് ദൈവം നടത്തുന്ന പ്രവൃത്തി. പക്ഷെ അതിന് 1-ാം സ്ഥാനം ഫോക്കസ് ചെയ്യും. അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. നമ്മളെപ്പോഴും മാനസാന്തരം. നമ്മൾ 1-ാം സ്ഥാനം മാനസാന്തരം. നമ്മുടെ വിശുദ്ധന്മാർ, ഞാൻ ഉറപ്പിച്ച് പറയാ, 47 മരിച്ചവരെ എഴുന്നേൽപ്പിച്ചാണ് വിൻസെന്റ് ഫെറർ.
വിശുദ്ധ പാട്രിക്, ഫ്രാൻസിസ് സൊളാനസ്, അനേകം സുവിശേഷകർ, അനേകം കത്തോലിക്ക സഭയിലെ വിശുദ്ധന്മാർ അത്ഭുതം ചെയ്ത് അവരൊരിടത്ത് ഇത് പറഞ്ഞു നടന്നില്ല. ജനം പറഞ്ഞു, അവരിത് ശ്രദ്ധിക്കാൻ പോയില്ല. അവരൊറ്റ കാര്യത്തിൽ ശ്രദ്ധിച്ചുള്ളൂ, നിത്യജീവൻ. നിത്യജീവൻ. അവർ ചെന്നെത്തിയ സ്ഥലം സ്വർഗമാ. ദൈവമക്കളെ, ഞാൻ നെഞ്ചോട് ചേർത്ത് പേടിക്കുന്ന ഒരു വചനമുണ്ട്. ഞാൻ പേടിക്കുന്ന ഒരു വചനം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. മത്തായി സുവിശേഷം 7:21, 22, 23. അന്ത്യകാലഘട്ടത്തിൽ അവസാന വിധിയിൽ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈശോട് ഞങ്ങൾ ചോദിക്കും, സുവിശേഷകർ ചോദിക്കും, വചനപ്രഘോഷകർ ചോദിക്കും, കരിസ്മാറ്റിക്കാർ ചോദിക്കും, കർത്താവേ നിന്റെ നാമത്തിൽ ഞാൻ പ്രസംഗിച്ചു. ഇപ്പൊ ഞാൻ പറയാ, ഞാൻ കർത്താവേ തോമസാ കുമളിയില ശക്കനെ പ്രസംഗിച്ചു, അവിടെ പ്രസംഗിച്ചു. അപ്പൊ യേശു എന്നെ നോക്കിയിട്ട് പറയാ, ഏത് തോമസ്? എന്നാ തോമസ്? എനിക്ക് നിന്നെ അറിയത്തില്ല. വചനപ്രഘോഷക, സുവിശേഷ വേലക്കാരാ, ഈ വചനം നെഞ്ചു കാരണം പറയാ, നിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്തു, നിന്റെ നാമത്തിൽ രോഗശാന്തി ചെയ്തു, നിന്റെ നാമത്തിൽ വചനം പ്രഘോഷിച്ചു, അത് ചെയ്ത് തെരുവീതി പ്രസംഗിച്ചു. കർത്താവിന്റെ നാമത്തിലാണ് നടന്നത്, അത്ഭുതവും നടന്നു. പക്ഷേ കർത്താവ് പറഞ്ഞ അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകണം. ദൈവമക്കളെ, 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 വചന പ്രഘോഷണം മാനസാന്തരമാണ് എന്ന് വെച്ചാൽ വരം ദൈവം തരും, ഫലമുണ്ടെങ്കിലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. വരം ദൈവം തരും, വരം ദൈവത്തിന് ഗിഫ്റ്റാ, എന്നാൽ ഫലമുണ്ടെങ്കിലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. നമ്മുടെ വിശുദ്ധന്മാരുടെ പ്രത്യേകത, അവർക്ക് ഫലവുമുണ്ട്, വരവുമുണ്ട്, വരവുമുണ്ട്, ഫലവുമുണ്ട്. ആമേൻ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരം വേണം, വരം വേണം. രോഗശാന്തി വരം വേണം, ദർശന വരം വേണം, വ്യാഖ്യാന വരം വേണം, അത്ഭുത പ്രവർത്തന വരം വേണം. പക്ഷേ വരം ദൈവം തന്നെ ദാനമാ. ഏറ്റവും വലിയ വരമുള്ള വ്യക്തി പിശാച, ദൈവം കഴിഞ്ഞാൽ. അത് നല്ല ഗിഫ്റ്റ് ഉള്ളവനാ. പക്ഷേ മാനസാന്തരം. അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളെല്ലാം പറഞ്ഞു, മാനസാന്തരം, സാത്താൻ ഇഷ്ടമില്ലാത്ത ഒറ്റ കാര്യമുള്ള മാനസാന്തരം, മാനസാന്തരം, മാനസാന്തരം. ദൈവമക്കളെ, നമ്മൾ ആരാധനയിലേക്ക് വരും. എന്തെങ്കിലും അവസാനിപ്പിക്കാൻ പോവാ. ഈ ശുശ്രൂഷ സ്വർഗം തെരഞ്ഞെടുത്തതാ. ഈ ശുശ്രൂഷ സ്വർഗം തെരഞ്ഞെടുത്ത ദൈവം. ഞാൻ ഓർക്കുക, ഇന്നലെ അച്ഛൻ പറയില്ലേ, ബഹുമാനപ്പെട്ട കടിയക്കൂടി അച്ഛൻ പറഞ്ഞു, 25 വർഷം മുമ്പ് കഞ്ചിക്കോട് റാണി ചേച്ചിക്ക് ഭർത്താവ് വെളിപ്പെടുത്തി, ഇനി ഒരു ശുശ്രൂഷ ചാനൽ വരുന്നു. കർത്താവ് വെളിപ്പെടുത്തി. ഓർക്കണം, 17ാം നൂറ്റാണ്ടിൽ വിശുദ്ധനായ ലൂയിസ് മോൺഫോർട്ടിന്റെ ദർശനങ്ങൾ അത് പങ്കുവെക്കാൻ 21ാം നൂറ്റാണ്ടിൽ അന്ത്യകാലഘട്ടത്തിൽ ദൈവം ഈ ചാനലിനെ തിരഞ്ഞെടുത്തു. ആമേൻ. ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. വേറെ ഒന്നിനുമല്ല മക്കളെ, ഞങ്ങൾക്ക് വേറെ ഒന്നിനുമില്ല. നമുക്കിനി സ്വർഗത്തിൽ പോകണം, നമുക്കിനി നിത്യജീവൻ വേണം, നമുക്ക് അവിടെ ദൈവത്തെ ആരാധിക്കണം, നമുക്ക് വിശുദ്ധരെ ഒന്ന് കാണണം, നമുക്ക് നമ്മുടെ ഫ്രാൻസിസ് ഒന്ന് കാണണ്ടേ. ദേവപ്രാസ്യമ്മയുടെ കബറിടത്തിൽ പോയല്ല കാണേണ്ടത്, നേരിട്ട് കാണണം. അമ്മ കൊന്ത ചെല്ലിയ, അമ്മ കൊന്ത ചെല്ലിയ, അമ്മ കൊന്ത ചെല്ലിയ കൈയുടെ വിരലൊന്ന് കാണിച്ചേ. ഹല്ലേലൂയ പറഞ്ഞേ. പതിർപ്പിയോട് ചോദിച്ചു, പഞ്ചക്ഷതം ഒന്ന് കാണിച്ചേ. അമ്മ മാതാവിനെ കണ്ട ഈ കണ്ണൊന്ന് കാണ്. എന്നിട്ട് അവരുടെ കയ്യെ പിടിച്ച് നമുക്ക് ആരാധിച്ച് ഒരിക്കലും അവസാനിക്കാത്ത നിത്യജീവൻ, ആ നിത്യജീവന് വേണ്ടിയുള്ള പ്രയാണമാണ് അന്ത്യകാലഘട്ട പ്രേക്ഷിത ശുശ്രൂഷ.